Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ ഇന്ന് 5ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിൽ ലൈനിൽ ഉണ്ടാവുന്ന ഒരു പോയിന്റിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നിങ്ങൾ പാർട്ട് 4 വരെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ആയിരിക്കും. ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഡയഗ്രാം ബൈഹാർട്ട് ചെയ്യരുത്, ഒരിക്കലും മനസ്സിലാക്കിയിട്ട് തന്നെ വരയ്ക്കാൻ പഠിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ എന്താണ്? there will be two charges. First one is equal and opposite charges, that is minus q charge is there, here it is plus q charge, and they will be separated by a small distance. Okay, so these two charges separated by a small distance 2a, so that is an electric dipole. ഇനി നമ്മൾ ഇവിടെ സെന്റർ പോയിന്റിനെ o ആയിട്ട് കൺസിഡർ ചെയ്യാണ്. So each length will be a, so this point will be having length a, and here also we have a length a, so that is divided equally. ഇനി o എന്ന് പറയുന്ന സെൻട്രലിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആണ്, അതായത് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ് S എന്ന് പറയുന്നത്. Okay, so here we are considering a point S on the equatorial line of an electric dipole from the center. Okay, ഇവിടെ സെന്ററിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, which is at a distance r from the center of the dipole. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. ഡയഗ്രാം ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു ഡൈപോൾ എടുത്തിട്ടുണ്ട്, അതിന്റെ സെന്റർ പോയിന്റ് O ആണ്. ഓയിൽ നിന്ന് r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് S എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഈ S എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. ഇപ്പൊ എങ്ങനെയായിരിക്കും കാണുന്നത്? നമ്മൾ ആക്സിൽ ലൈനിന്റെ കേസിൽ 2 ചാർജസ് എടുത്തിരുന്നു. അപ്പൊ അവിടെ എന്താ ചെയ്തത്? 2 ചാർജും തമ്മിൽ, അതായത് ഓരോ ചാർജ് ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടു, അവയുടെ സമ്മ് കണ്ടു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 2 ചാർജസ് ഉണ്ട്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജസ് ഉണ്ട്. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് എസ്സിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മൈനസ് ക്യൂ ചാർജ് കൊണ്ട് എസ്സിൽ ഉണ്ടാവുന്ന ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയില്ല അല്ലെ. ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ a ആണെന്ന് അറിയാം, ഇത് r ആണെന്ന് അറിയാം, പക്ഷെ ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. അപ്പൊ ഇത് നമുക്ക് x ആയിട്ട് എടുക്കാം. ഈ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. ഇവിടെ നോക്കി നോക്കൂ, here we are having the same distance. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? അതായത് മൈനസ് ക്യൂ ചാർജും പ്ലസ് ക്യൂ ചാർജും എസ്സിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഓക്കെ, ആൻഡ് ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ, ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ബി തീറ്റ. ഓക്കെ, ഇപ്പൊ 3 ആയിട്ടുണ്ട് ഡയഗ്രാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡിന്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഡയറക്ഷൻസ് എങ്ങോട്ട് വരും എന്നുള്ളത് നോക്കണം. അപ്പൊ ഇവിടെ മൈനസ് ക്യൂ ചാർജ് ആണ്, അപ്പൊ അത് എങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്? ദാറ്റ് വിൽ ബി ടുവേർഡ്സ് ആയിരിക്കും അല്ലെ, ടുവേർഡ്സ് ദി ചാർജ് ആയിരിക്കും. അപ്പോ ഇവിടെ പോയിന്റിൽ നിന്നുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും വരുന്നത്? യെസ്, ദിസ് വിൽ ബി, സപ്പോസ് ദിസ് പോയിന്റ് ഈസ് എ ആൻഡ് ദിസ് പോയിന്റ് ഈസ് ബി. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് എഴുതാം? This is not S, this can be written as X. Okay, X ആയിട്ട് എടുക്കാം നമുക്ക് അതിനെ. ഇനി ഈ ഡിസ്റ്റൻസ്, അതായത് ഈ വെക്ടർ എന്താണ്? ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഏതാണ്? ഈ A ആണ് അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ആണ് എലോങ് A. അപ്പൊ ഇവിടെ ഈ എയുടെ ഡയറക്ഷൻ കിട്ടി. ഇനി ബിയുടെ കേസ് നോക്കി നോക്കൂ, ബിയിലുള്ള ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അതെങ്ങോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? എവേ ആയിരിക്കും അല്ലെ, എവേ ഫ്രം ദ ചാർജ് ആണ്. സോ ദാറ്റ് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്. Here, this is EB. ക്ലിയർ? കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് ഡയറക്ഷൻ എന്ത് ചെയ്തത്? ടുവേർഡ്സ് വന്നത്, ടുവേർഡ്സ് ചാർജ് ആണ് വരുന്നത്. സോ EA ആൻഡ് ദിസ് ഈസ് EB. പക്ഷെ ഇവ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഇതിൽ നിന്ന് ഇനി EAയും EBയും കാണണം, അതിനെ നമുക്ക് ടോട്ടൽ കാണണം. ഓക്കെ, അപ്പൊ ഇവിടെ EA EB എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഇങ്ങനത്തെ ഒരു കേസിൽ? ഇതിനെ ഒന്ന് റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കിയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, അതായത് സൈൻ കമ്പോണന്റും കോസ് കമ്പോണന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റിസോൾവ് ചെയ്യാം. അപ്പൊ EA നോക്കി നോക്കൂ, EA നമ്മൾ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ടൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റും വരും.
So this EA can be resolved into two components. That is, this is the horizontal component and this is the vertical component. അതായത് this will be horizontal component നമ്മൾ എപ്പോഴും എന്താണ് എഴുതുക, cos component ആണ് അല്ലെ. So that is EA cos theta and this is the angle theta. Alright. And here this angle, okay, that is EB, right? So this angle is theta. So here we are writing this EA cos theta, that is the horizontal component, and here we have vertical component, that is EA sin theta. Clear? So these are the two components of EA. EA നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ രണ്ട് കമ്പോണൻസ് ആണ്. ഏത്? ഒന്ന് EA cos theta and this is the വെർട്ടിക്കൽ കമ്പോണന്റ് EA sin theta. ഓക്കെ, അപ്പൊ രണ്ട് കമ്പോണൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി EB എങ്ങനെ റിസോൾവ് ചെയ്യാം? EB ഇതേപോലെ തന്നെ രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാലോ. ഹിയർ വി ഹാവ് എ വെർട്ടിക്കൽ കമ്പോണന്റ് ആൻഡ് ഹിയർ ദിസ് ഈസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ്, ദാറ്റ് ഈസ് EB sin theta, and here we have a horizontal component, that is again EB cos theta. സോ ഇത്രയും ആണ് ഡയഗ്രാം. ഇവിടെ ആകെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്ന് മാറ്റി വരയ്ക്കാം. നമ്മളിപ്പോ ചെയ്ത കാര്യത്തിന്, അതായത് EA EB മാത്രം ഒന്ന് മാറ്റി വരയ്ക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹിയർ വി ആർ ഹാവിങ് സി ദിസ് ഈസ് ദ കേസ്. ഇതിനെ മാത്രം ഞാൻ ഒന്നെടുത്ത് മാറ്റി വരച്ചതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദിസ് ഇസ് EA, ഇത് EA ആണ്. EAയുടെ രണ്ട് കമ്പോണൻസ് ആണ് ഏത്? ഒന്ന് വെർട്ടിക്കൽ കമ്പോണന്റ്, ദാറ്റ് ഈസ് EA sin theta, and this component is EA cos theta. This is the horizontal component. Okay, and in the same way we have, ഇവിടെ നമുക്ക് ആംഗിൾ തീറ്റ മാർക്ക് ചെയ്യാം. ഇനി ബാക്കി വരുന്നത് ഏതാണ്? ഇത് EB ആണ്. ഓക്കെ, EBയുടെ രണ്ട് കമ്പോണൻസ് ആണ്. ദിസ് ഈസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ്, ദാറ്റ് ഈസ് EB sin theta, and this is EB cos theta. Here the same thing ആണ് വരുന്നത് അല്ലെ. ഹൊറിസോണ്ടലി വരുന്നത് എന്താണ്? രണ്ട് കമ്പോണന്റ് സെയിം ആണ്. So that is the case of EB cos theta. Here we have EB cos theta. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇനി ഡയഗ്രത്തിൽ നോക്കി നോക്കൂ. നമുക്ക് ഇവിടെ EB sin theta വരുന്നുണ്ട്, ഇവിടെ EA sin theta വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു EA is equal to EB ആണ് അല്ലെ. EAയുടെയും EBയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. EA is equal to EB ആണ്. അതിന്റെ ഡയറക്ഷൻ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, EA EB എന്ന് പറയുന്നത് എന്താണ്? നോർമൽ കമ്പോണൻസ് അല്ലെ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻസ് എങ്ങനെയാണ് വരുന്നത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ. സോ ദേ വിൽ ഗെറ്റ് ക്യാൻസൽഡ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ EA EB ആയതുകൊണ്ട് എങ്ങനെ ക്യാൻസൽ ആയി തോന്നരുത്. കാരണം എന്താണ്? ദർ മാഗ്നിറ്റ്യൂഡ് ഇസ് സെയിം. EA is equal to EB. അപ്പൊ അതുകൊണ്ട് തന്നെ EA sin thetaയും EB sin thetaയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? we can cancel it. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്ന കമ്പോണന്റ് ഏതാണ്? ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമാണ്. Here we have the vertical components, that is EA cos theta and EB cos theta. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന സമയത്ത് വെർട്ടിക്കൽ കമ്പോണൻസ് എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽ ആയി പോയി. ബാക്കി വരുന്ന കമ്പോണന്റ് ഏത് മാത്രമാണ്? കോസ് കമ്പോണന്റ് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യുക? ഈ പാർട്ട് വരച്ചതിന് ശേഷം ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ് ഡയഗ്രാം ഐ വിൽ ഷോ യു സെപ്പറേറ്റ്ലി ഹിയർ. Right, so here we can take the horizontal components only to get the total electric field. അപ്പോൾ total electric field എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് ഇവിടെ EA is equal to EB ആയതുകൊണ്ട് EA into cos theta, അതായത് എങ്ങനെ ചെയ്യാം? E is equal to or ES is equal to EA cos theta plus EB cos theta എന്ന് എഴുതാലോ. Since EA is equal to EB, we can write it as 2 into EA cos theta. റൈറ്റ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് cos theta യുടെ വാല്യൂ ഒന്ന് കാണണം. cos theta കാണണം. അതുപോലെ തന്നെ EA നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. EA കാണണം. അപ്പോ എങ്ങനെയാണ് cos theta കാണാൻ പറ്റുക നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ ഈ ഡയഗ്രത്തിനകത്ത് this side is A and this side is R and this is a right angle triangle. അപ്പൊ ഇവിടെ നിന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ x കിട്ടില്ലേ? ഈ സൈഡ് കാണാമല്ലോ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? Here this R square plus A square will be equal to x square അല്ലെ. നമുക്ക് ഇവിടെ x ഇവിടെ സ്ക്വയർ ആണ് ആവശ്യമുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന സമയത്ത് R സ്ക്വയർ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് പകരം ഇവിടെ എന്ത് എഴുതാൻ പറ്റും? R സ്ക്വയർ പ്ലസ് A സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇനി ഈ സൈഡ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് A സ്ക്വയർ അല്ലേ.
പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദിസ് എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് ദ സൈഡ്. ഓക്കെ, അപ്പൊ ഇതേ സൈഡ് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നത് അല്ലെ, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് കിട്ടുന്നത്. അതേപോലെ കോസ് തീറ്റ എങ്ങനെ കാണാൻ പറ്റും നോക്കിയോ ഇതിൽ നിന്ന്. കോസ് തീറ്റ is equal to adjacent side by hypotenuse. Okay, so adjacent side is a divided by hypotenuse is root of r square plus a square. നമുക്കിവിടെ കോസ് തീറ്റ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ ഈ ഡയഗ്രത്തിൽ നിന്ന്. അതായത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതുകൊണ്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ. ഇനി കാണേണ്ടത് എന്താണ്, ഇ ആണ്. ഇ എ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാൻ പറ്റും. അതായത് 1/4πε0 എഴുതാം. അതായത് ഇ ഇസ് ഈക്വൽ ടു ഇ ബി ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇ എന്ന് എഴുതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ചാർജ് q ആണ്. എനി വൺ ഓഫ് ദ ചാർജ് വി കൻ ടേക്ക് ഹിയർ ബിക്കോസ് ബോത്ത് ആർ ദ സെയിം. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് ഏതാണ്, ഡിസ്റ്റൻസ് എങ്ങനെ എഴുതാൻ പറ്റും, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഹോൾ സ്ക്വയർ ആവശ്യമില്ല അല്ലെ, കാരണം ദിസ് ഇസ് റൂട്ട് ഈസ് ദർ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു q ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത്രയും ക്ലിയർ ആണോ. അതായത് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 q ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നമുക്ക് ഇനി കാണേണ്ടത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് നോക്കി നോക്കൂ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു ES is equal to 2 into EAക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1/4πε0 q divided by r square plus a square into cos theta ക്ക് പകരം എന്ത് എഴുതാം, a divided by r square plus a square. This root can be written as whole raised to 1/2 അല്ലെ. റൂട്ടിന് പകരം നമുക്ക് എന്ത് എഴുതാം, whole raised to 1/2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് 2 into EAക്ക് പകരം 1/4πε0 q ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റയുടെ വാല്യൂ ആണ് a ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അതായത് റൂട്ടിനെ നമ്മൾ മാറ്റിയിട്ട് ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതി. ഓക്കെ, ഇനി സാധാരണത്തെ പോലെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മളൊരു 2AQ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, 2AQ. അപ്പൊ അതിന് പകരം എന്ത് എഴുതാം, യെസ് ദാറ്റ് ഈസ് ദ ഡൈപോൾ മൊമെന്റ് P ഈസ് ഈക്വൽ ടു 2AQ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then ഈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എങ്ങനെ എഴുതാൻ പറ്റും, ആഡ് ചെയ്ത് എഴുതാലോ. സോ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1 + 1/2 എന്ന് വരും. അപ്പൊ അതൊന്ന് എഴുതാം. സോ ES is equal to, instead of 2AQ we can write P, vector P divided by 4πε0 into r square plus a square the whole raised to 3/2 എന്ന് എഴുതാം. ഓക്കെ, P by 1/4πε0 നേരത്തെ എഴുതിയിരുന്ന അതേ ഫോർമാറ്റിൽ വേണമെങ്കിൽ എഴുതാം. 1/4πε0 P by r square plus a square the whole raised to 3/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് പോലെ സെയിം കേസ് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് if a is very much less than r, r-നേക്കാളും വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ a square can be neglected. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും, here this a square-ന്റെ ടേം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ടേം മാത്രം എന്താണ്, r square the whole raised to 3/2 ആയിട്ട് മാറും അല്ലെ. so that will be equal to r raised to, yes, 2 and 2 will get cancelled, then r cube എന്ന് കിട്ടും. so ES is equal to, ഫൈനൽ ഇക്വേഷൻ ഇതാണ്, 1/4πε0 P divided by r cube എന്ന് കിട്ടും. Okay, so this is the equation, this is the final equation. ES is equal to 1/4πε0 P by r cube എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, ഐ വിൽ റിപ്പീറ്റ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഒരു -q ചാർജ് ഉണ്ട്, +q ചാർജ് ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. ഇനി ഈ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടു -q is a, and in the similar way the distance from center to +q charge is also a. ഇനി കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്, ഇക്വറ്റോറിയൽ ലൈനിലാണ്. സോ ഫ്രം ദ സെന്റർ ദ ഡിസ്റ്റൻസ് ടു എസ് ഇസ് r, അതായത് സെന്ററിൽ നിന്ന് എസിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. ഇനി ചെയ്തത്, here we have to calculate the electric field due to -q charge and +q charge. Okay, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം അതിന്റെ
അതായത് എ മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഇ എ ഇ ബി ഇവയുടെ ഡയറക്ഷൻസ് നോക്കി. അപ്പോ ഇവിടെ ഇ എ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മൈനസ് ചാർജ് ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ്. സോ ഇ എ ഈസ് കമ്മിങ് ലൈക്ക് ദിസ്. ആൻഡ് ഇ ബി എന്താണ്, ഗോയിങ് ഔട്ട്വേർഡ്സ് ആണ്. ദാറ്റ് ഈസ് ഹിയർ വി ഹാവ് പോസിറ്റീവ് ചാർജ്. So we are getting the direction of EB like this. Okay, this is EB. ഇനി അതിനുശേഷം എന്ത് ചെയ്തു, ഇവയെ ഇ എ ഇ ബി ഇവയൊന്ന് റിസോൾവ് ചെയ്തു. അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻസും വെർട്ടിക്കൽ കമ്പോണൻസും ആക്കിയിട്ട് റിസോൾവ് ചെയ്തു. അപ്പൊ കിട്ടുന്നത് എങ്ങനെയാണ് നോക്കിക്കൂ. ഇ എ അതിന്റെ രണ്ട് കമ്പോണൻസ് ആണ്, ഒന്ന് ഇ എ സൈൻ തീറ്റ ആൻഡ് ഇ എ കോസ് തീറ്റ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇ എ സൈൻ തീറ്റ ആൻഡ് ഇ എ കോസ് തീറ്റ. അതേപോലെ തന്നെ ഇ ബി റിസോൾവ് ചെയ്തപ്പോൾ കിട്ടുന്നത് എന്താണ്, ഇ ബി സൈൻ തീറ്റ ആൻഡ് ഇ ബി കോസ് തീറ്റ. ഇനി ഇ എ ഇ ബി ഇവയുടെ മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്, കാരണം ഇവിടെ നിന്നുള്ള ലെങ്ത് സെയിം ആണ്, ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ് അല്ലെ ഇലക്ട്രിക് ഫീൽഡില്. അപ്പൊ അവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഇ എ ഈക്വൽ ടു ഇ ബി എന്ന് എഴുതാം. റൈറ്റ്. ഇനി ഇവ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും നോർമൽ കമ്പോണൻസ് എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് they will get cancelled and the remaining thing is ഇ എ കോസ് തീറ്റ ആൻഡ് ഇ ബി കോസ് തീറ്റ. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, സം ഓഫ് ഇ എ കോസ് തീറ്റ പ്ലസ് ആൻഡ് ഇ ബി കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇ എ കോസ് തീറ്റയും ഇ ബി കോസ് തീറ്റയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫീൽഡ് കിട്ടും. ഇനി ഇ എ ഇസ് ഈക്വൽ ടു ഇ ബി ആയതുകൊണ്ട് നമുക്ക് ഇതിന് പകരം എന്ത് എഴുതാം, 2 into ഇ എ കോസ് തീറ്റ എന്ന് കാണാം. ഇനി ഇ എയുടെ വാല്യൂ കാണണം, അതുപോലെ തന്നെ കോസ് തീറ്റ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി വീണ്ടും നമുക്ക് ഡയഗ്രത്തിലേക്ക് പോവാം. ഇവിടെ ഇ എ എന്ന് പറയുന്നത് കാണണമെന്നുണ്ടെങ്കിൽ 1/4πε0 കോൺസ്റ്റന്റ് ആണ് ആൻഡ് ക്യൂ ചാർജ് ഇവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ക്യൂ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് ഇത്രയാണ് നോക്കണം. അപ്പൊ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈനസ് ക്യൂ ചാർജ് ആൻഡ് എസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊരു ട്രയാംഗിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ദിസ് ആംഗിൾ ഇസ് തീറ്റ ആൻഡ് ഹിയർ വി ആർ ഹാവിംഗ് ദിസ് എ ആൻഡ് ആർ ആസ് ടു സൈഡ്സ്. അപ്പൊ ഇവിടെ കിട്ടുന്ന എക്സ് സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് ഈക്വൽ ആണ്. അതേപോലെ അപ്പൊ ഇവിടെ നമുക്ക് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടും, ഇ എ ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറിന് പകരം എന്ത് എഴുതാം, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഓക്കെ, അടുത്ത കേസ് ഇവിടെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അപ്പൊ 2 into ഇ എക്ക് പകരം 1/4πε0 കോസ് ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എന്ത് എഴുതാം, എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാം. ഇനി 2AQ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ഡൈപോൾ മൊമെന്റിന് ഈക്വൽ ആണ്, പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും, അതുപോലെ തന്നെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഉണ്ട്. അവയെ ഒരുമിച്ച് എഴുതാം. സോ ദ ഇക്വേഷൻ ബിക്കംസ് E is equal to 1/4πε0 P divided by R square plus A square whole raised to 3/2. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കേസിൽ അപ്ലൈ ചെയ്തിരുന്നത് പോലെ തന്നെ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെയാണ്, വളരെ ചെറുതാണ്, നമ്മൾ ഓൾറെഡി പറയുന്നതാണ് അല്ലെ, വളരെ സ്മോൾ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇഫ് എ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആർ വി ക്യാൻ നെഗ്ലക്ട് ദ വാല്യൂ ഓഫ് എ. ഓക്കെ, അപ്പൊ ഇവിടെ എ സ്ക്വയർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് പറയുന്ന ടേം ഇവിടെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എന്താണ്, ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ആണ്. അതിൽ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്, ആർ ക്യൂബ് മാത്രമാണ്. സോ ഹിയർ വി ആർ ഗെറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആസ് ഇ is equal to 1/4πε0 P divided by R cube ആണ്. അപ്പോൾ this is the case of electric field on equatorial line of an electric dipole. ഓക്കെ, ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിലാണ് ഇക്വറ്റോറിയൽ പോയിന്റിൽ വരുന്ന ഒരു പോയിന്റ് ആണ് എസ്. അപ്പൊ ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇ എസ് ഇസ് ഈക്വൽ ടു 1/4πε0 P by R cube എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, എഴുതി തന്നെ പഠിക്കുക. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.